കൊച്ചിയിൽ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ നടി കാവ്യയും അമ്മ ശ്യാമളയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് വിവരം. കാവ്യ മാധവനെയും അമ്മ ശ്യാമളയെയും ഇന്ന് രാവിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. 3.5 മണിക്കൂറോളം അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ അന്വേഷണ സംഘത്തിൽ തന്നെയുള്ള വനിതാ പോലീസ് അടക്കമുള്ള മറ്റൊരു വിഭാഗമാണ് കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ കൂടാതെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെയും കാവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ് വിവരം. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി തീർന്ന് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കേണ്ടതിനാൽ കാവ്യയുടെയും ദിലീപിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശ്യം. ചോദ്യം ചെയ്യൽ വേളയിൽ കാവ്യ പലതവണ പൊട്ടിക്കരഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കാവ്യ മാധവന്റെ ഒരു അടുത്ത ബന്ധുവിനോട് അടുത്ത ദിവസം ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യയുടെയും അമ്മയുടെയും മൊഴികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക്. നടൻ ദിലീപുമായി ഉണ്ടായിരുന്ന ചില ഭൂമി ഇടപാടുകളാണ് തനിക്കെതിരായ അതിക്രമത്തിന് കാരണമായതെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ആക്രമിക്കപ്പെട്ട നടി രംഗത്ത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടനുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ഭൂമി ഇടപാടുകളും ഇല്ലെന്ന് നടി വ്യക്തമാക്കി. ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അതിൽ വാസ്തവമില്ലാത്തതിനാൽ വാർത്ത സ്വയം ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോഴും വാർത്ത പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണമെന്നും നടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതികരണം വരുന്നത്. തന്നെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടനുമായി തനിക്ക് യാതൊരു വസ്തുപണം ഇടപാടുകളുമില്ലെന്ന് നടി പറയുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം പറഞ്ഞത്. പോലീസിനോട് ഒരാളുടെ പേര് പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു കുറിപ്പ് പുറത്തിറക്കുന്നതെന്നും നടി പറഞ്ഞു. ഈ വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതല്ലെന്നും തനിക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളില്ലെന്നും നടി പറഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ മറ്റുള്ളവരെ പോലെ ഞാനും ഞെട്ടലോടെയാണ് കാണുന്നത്. ഫെബ്രുവരി 17 നടന്ന സംഭവത്തിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അന്നു നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഞാനും നടനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ സൗഹൃദം ഇല്ലാതാകുകയും ചെയ്തു. ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണെന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തുവരണമെന്ന് താനും ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞു. ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തെളിയട്ടെയെന്നും നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും നടി വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്നും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും ആത്മാർത്ഥതയോടെ കൂടി ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് നടി വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ പരാമർശിച്ച സംഭവത്തിൽ പോലീസ് നടൻ അജു വർഗീസിന്റെ മൊഴിയെടുത്തു. സംഭവത്തിൽ അജുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. വിശദമായ പരിശോധനയ്ക്കായി ഫോൺ ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറും. അതേസമയം കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പരാമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കേസിൽ കളമശ്ശേരി പോലീസാണ് അജുവിനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. CIയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ. മൊഴിയെടുക്കലിൽ അജു കുറ്റം സമ്മതിച്ചു. മൊബൈൽ ഫോണിൽ നിന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും അജു പോലീസിനോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് അജുവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുറ്റകൃത്യം ബോധ്യപ്പെട്ടാൽ അജു ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമുക്ക് ഹാജരാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചെയ്തതിലുള്ള മെറ്റീരിയൽ ഒബ്ജക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതെടുത്തതിന് ശേഷം അറസ്റ്റ് അതുപോലുള്ള നടപടികൾ ചെയ്യും. ദിലീപ് നിരപരാധിയാണെന്ന് കരുതിയാണ് പോസ്റ്റ് ഇട്ടതെന്നും നടിയുടെ പേര് പരാമർശിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലായിരുന്നെന്നും അജു പോലീസിനോട് പറഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയെന്നും വിഷയത്തിൽ താൻ നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അജു മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നെ വിളിപ്പിച്ചത് മൊഴിയെടുക്കാനാണ്. അന്ന് ഞാൻ ആ പേര് ഉപയോഗിച്ചതാണ്. അതിന് നമ്മൾ തന്നെയാണ് അന്ന് ഞാൻ ഒരു തിരുത്ത് അറിയിച്ചു, ഫേസ്ബുക്കിൽ അറിയിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രൊസീഡിങ്സ് അവർ അപ്ഡേറ്റ് ചെയ്യും. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് അജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 228A പ്രകാരമുള്ള കുറ്റങ്ങളാണ് അജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ 2 വർഷം വരെ ശിക്ഷ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്, ജോയ്സ് പാലസ് ഹോട്ടൽ, ഗരുഡ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ദിലീപിനെ എത്തിച്ചത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കനത്ത പോലീസ് കാവലിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അതേസമയം കോൺഗ്രസ് MLA അൻവർ സാദത്തിനെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകി. തൊടുപുഴയിലും കൊച്ചിയിലുമായി പൂർത്തിയാക്കിയ തെളിവെടുപ്പുകൾക്ക് ശേഷം കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിലീപിനെ തൃശൂരിലെത്തിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന ജോയ്സ് പാലസ് ഹോട്ടൽ, കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്ബ് എന്നിവയ്ക്ക് പുറമെ ഗരുഡ ഹോട്ടലിലും തെളിവെടുപ്പ് നടന്നു. പൾസർ സുനിക്ക് കൊട്ടേഷൻ കൈമാറിയതിന്റെ അഡ്വാൻസായി 10,000 രൂപ നൽകിയ ജോയ്സ് പാലസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ രാവിലെ 11:15 ദിലീപിനെ എത്തിച്ചു. എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പുറത്തിറക്കാനായില്ല. പോലീസ് വാഹനത്തിൽ ഇരുന്ന് തന്നെ തുക കൈമാറ്റം സംബന്ധിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി. 11:30 കുറുപ്പം റോഡിലെ ഗരുഡ ഹോട്ടലിൽ എത്തിച്ച ദിലീപിനെ 800 മുറിയിലെത്തിച്ച തെളിവെടുത്തു. 3 തവണകളിലായി 14 ദിവസങ്ങളിൽ ദിലീപ് ഇവിടെ താമസിച്ചപ്പോൾ പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നോ എന്ന കാര്യമാണ് പോലീസ് ആരാഞ്ഞത്. യുവജന സംഘടനകളുടെയും ജനങ്ങളുടെയും കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലൂടെ 11:55 പോലീസ് വാൻ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബിൽ എത്തിച്ചു. പൾസർ സുനിയെ പരിചയമില്ല എന്ന ദിലീപിന്റെ മൊഴി വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിച്ച സെൽഫി ചിത്രങ്ങൾ പുറത്തുവന്നത് ഇവിടെ നിന്നാണ്. ക്ലബിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വാഹനത്തിനുള്ളിൽ തന്നെ ഇരുത്തി പോലീസ് വിവരങ്ങൾ ദിലീപിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ജോർജേട്ടൻ സ്ഫൂരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ കേസിലെ തെളിവായ സെൽഫി ചിത്രങ്ങളെടുത്ത ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദിലീപിനെ ഇറക്കി തെളിവെടുപ്പ് നടത്തി. പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം, കൊട്ടേഷൻ, അഡ്വാൻസ് കൈമാറൽ എന്നിവയ്ക്ക് പുറമെ 3 വർഷമായി ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യവും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ് ഇന്ന് പോലീസിന് ലഭ്യമായത്. തിരികെ ആലുവ പോലീസ് ക്ലബിലേക്ക് പോകുമ്പോഴും വൻ പ്രതിഷേധമാണ് ദിലീപിനെ കൊണ്ടുപോയ വാഹനത്തിനു നേരെ ഉണ്ടായത്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. നടിയെ ആക്രമിക്കാൻ ഗോവയിൽ വെച്ച് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടിരുന്നതായി പോലീസ്. ഹണിബി 2 എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നടി ഗോവയിൽ ഏറെ ദിവസം ഇല്ലാത്തത് മൂലം പദ്ധതി പാളുകയായിരുന്നു. ഹണിബി 2 എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നടി ഗോവയിൽ എത്തിയപ്പോഴാണ് ആദ്യം ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഡ്രൈവറായിരുന്നു സുനി. നടി ഏറെ ദിവസം ഗോവയിൽ ഇല്ലാതിരുന്നത് മൂലം ആക്രമണ പദ്ധതി പാളി. ഈ സമയത്തിനിടയ്ക്ക് സുനിക്ക് സഹായികളെ ഗോവയിൽ എത്തിക്കാനാകാതിരുന്നതും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ബസ്സിൽ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനാലാണ് 2013 നടന്ന ഗൂഢാലോചന സുനിക്ക് ഉടൻ നടപ്പാക്കാനാകാതിരുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ 1-ാം പ്രതിയായ സുനി കോയമ്പത്തൂരിലേക്ക് മുങ്ങുകയായിരുന്നു. തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് വീണ്ടും സിനിമാ ചിത്രീകരണങ്ങളുമായി സുനി സഹകരിക്കാൻ ആരംഭിച്ചത്. 2016 നവംബറിൽ തൃശൂർ ജോയ്സ് പാലസ് ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ദിലീപും സുനിയും അവസാനഘട്ട ഗൂഢാലോചന നടത്തുകയും ഈ വർഷം ഫെബ്രുവരിയിൽ നടിയെ ആക്രമിക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുടുക്കിയതാണെന്ന് സഹോദരൻ അനൂപ്. ഇതിനുവേണ്ടി തയ്യാറാക്കിയത് സിനിമാ തിരക്കഥയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണെന്നും അനൂപ് പ്രതികരിച്ചു. എന്താണ് അനൂപ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളെ അത് നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്നില്ല, ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അതാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ് സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നത്. ആരാണ് എനിക്ക് പറയാൻ കഴിയില്ല. അതിനാണ് ഞാൻ അന്വേഷിക്കണം. ഇനി അതിന്റെ പുറകിലാണ്. അത് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ അനൂപ്, ഈ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതും ഒന്നുമില്ല. ഈ മഞ്ജുവിന്റെയും കാവ്യയുടെയും ബന്ധമാണ് ഇതിന് പ്രശ്നമെന്ന് പറയുന്നു. ഒന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇത് നമ്മൾ പറയില്ല, നമ്മളെ കേസ് ഇത് വന്നു, ഇത് വെച്ച് ഇത് തെളിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരും. കുടുംബത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊന്നും എനിക്ക് അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ ബ്രദറെ 100%. എനിക്ക് കേൾക്കുന്ന പലരും പ്രതി എന്ന് ചേർത്തിട്ടുണ്ട്. ആരോപണത്തിലാണ്. പ്രതിയല്ല. തെളിവെടുപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിതൊന്നും കാണില്ല. കാരണം എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. കേരളത്തോടൊപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരോടും എല്ലാ മലയാളികളോടും നമ്മുടെ കൂടെ നിൽക്കണം, വിശ്വസിക്കണം. രാംലീല അത് സംബന്ധിച്ച് വല്ലതും പറഞ്ഞിരുന്നു? റിലീസ് ചെയ്യണമല്ലോ, അവർ കോടികൾ മുടക്കുന്നല്ലേ. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ RV രാമകൃഷ്ണൻ. ഇതിൽ ദിലീപിന്റെ പങ്കും അന്വേഷിക്കണം. ഭൂമി ഇടപാടുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു.
2016 മാർച്ച് 6-നായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കലാഭവൻ മണിയുടെ മരണം. ശരീരത്തിൽ മിഥൈൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കീടനാശിനിയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തി. ചെടികൾ കടിക്കുന്ന ഓർഗാനോഫോസ്ഫേറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്ലോറോഫെരിഫേസ് എന്ന കീടനാശിനിയായിരുന്നു അത്. എന്നാൽ മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. മണിയുടെ മരണത്തിന് 1 വർഷത്തിന് ശേഷവും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. മണിയുടെ മരണത്തിൽ ദിലീപിനുള്ള പങ്കും അന്വേഷിക്കണമെന്ന് ബൈജു കൊട്ടാരക്കര അടക്കമുള്ള സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനിടയിലാണ് ദിലീപിന്റെ പങ്കും അന്വേഷിക്കണമെന്ന ആരോപണവുമായി RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത്. അത് രാജാക്കാട് ഏരിയ, മൂന്നാർ ഏരിയയില് ഭൂമി ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ ബൈജു കൊട്ടാരക്കരയ്ക്ക് ഫോൺ ചെന്നിട്ടുള്ളത്. ഒരിക്കലും സിനിമാ രംഗത്തു നിന്നുള്ള ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം കുടുംബത്തിലെ നമ്മുടെ ഗൃഹനാഥൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോ അതിനുശേഷം ഉള്ള എല്ലാ കാര്യങ്ങൾക്കും സിനിമാ സംബന്ധിയായിട്ടുള്ള ആളുകൾ ആരും നമുക്ക് സഹായം തന്നിട്ടില്ല. എല്ലാവരും ഒരു മരണ വീട്ടിൽ വന്നു പോകുന്ന പോലെ എല്ലാവരും വന്നു, തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നു പോയി എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള സഹകരണം ഈ സംഘടനാ ഭാഗത്തു നിന്നോ മറ്റു പേഴ്സണലായിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സുഹൃത്തുക്കളായാലും നമ്മൾക്കൊപ്പം നിൽക്കേണ്ടവരാണ്. കാരണം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ട് അവർ നമ്മുടെ ഒപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു, അത് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് കൂടെ നിന്ന് അന്വേഷിക്കേണ്ടത് സുഹൃത്തുക്കളായിരുന്നു. അവരാരും തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല. രാജാക്കാട്ടെ ഒരു ഡോക്ടർക്കും ഭാര്യയ്ക്കും ഭൂമി ഇടപാടിൽ പങ്കുണ്ടായിരുന്നുവെന്നും രാമകൃഷ്ണൻ ആരോപിക്കുന്നു. മരണസമയത്ത് താരസംഘടനയായ അമ്മ പോലും സഹായത്തിനെത്തിയില്ല എന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്. ദിലീപ് പൾസർ സുനിക്ക് നൽകിയ ആദ്യ കൊട്ടേഷൻ വൈകാൻ കാരണം സുനിയുടെ മോഷണ കേസ്. 2014 കോട്ടയത്ത് ബസിനുള്ളിൽ വെച്ച് യാത്രക്കാരൻ പണം കവർന്ന കേസിൽ 1 വർഷത്തോളം പൾസർ സുനിക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നു. ബസിൽ വെച്ച് കുരുമുളക് സ്പ്രേ ചെയ്ത് യാത്രക്കാരന് 4 ലക്ഷം രൂപ കവർന്നതായിരുന്നു കേസ്. മുന്നണി മാറ്റ സൂചനകൾ നൽകി JDU നേതാക്കൾ. ഈ വർഷം അവസാനത്തോടെ LDFിലേക്ക് എത്തിയേക്കും. UDFിന്റെ ഭാഗമായതിനു ശേഷം നഷ്ടങ്ങൾ മാത്രമെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി JDUവിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. UDF വിടണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി JDUവിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു വരികയായിരുന്നു. തികച്ചും രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഷേഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നണി മാറ്റം ആവശ്യപ്പെട്ടിരുന്നത്. UDFിന്റെ ഭാഗമായതിനു ശേഷം പാർട്ടിക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂവെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ JDU സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചു എന്ന പരാതിയും ഇവർക്കുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ JDU സംസ്ഥാന അധ്യക്ഷൻ MB വീരേന്ദ്രകുമാറിനെ സന്ദർശിച്ചതും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മുന്നണി മാറ്റ സൂചനകൾ നൽകി ഷേഖ് പി ഹാരിസ് രംഗത്തെത്തിയിരിക്കുന്നത്. വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് ഷേഖ് പി ഹാരിസ് പറഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനം, വിശിഷ്യ CPM എന്നും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണല്ലോ. അപ്പൊ ആ ഇടതുപക്ഷ കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് ആശയക്കാരായിട്ടുള്ള പ്രസ്ഥാനങ്ങളും ആശയപരമായി സഖ്യകക്ഷികളായി ആണ്. ആ അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വർഷം അവസാനത്തോടെ മുന്നണി മാറ്റം യാഥാർത്ഥ്യമാകുമെന്നാണ് JDU നേതാക്കൾ നൽകുന്ന സൂചന. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ MB വീരേന്ദ്രകുമാർ തയ്യാറായിട്ടില്ല. PV കുട്ടൻ, കോഴിക്കോട്. സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ സഖ്യത്തെയാണ് സൂചിപ്പിച്ചതെന്ന് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ശ്രേയാംസ് കുമാർ പ്രതികരിച്ചു. ആരും മുന്നണി വിടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി JDU തിരിച്ചുവരാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കോടിയേരിയും പ്രതികരിച്ചു. UDF വിടാനുള്ള JDU നീക്കങ്ങൾക്കിടെയാണ് അഭിപ്രായ പ്രകടനങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയത്. ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ സഖ്യത്തെയാണ് സൂചിപ്പിച്ചതെന്ന് ശ്രേയാംസ് കുമാർ പറഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ BJP RSS നെതിരെയുള്ള ഒരു ഐക്യത്തിൻ്റെ തുടക്കമാവണം, അത് ശക്തിപ്പെടണം. കേരളത്തിൽ ഇവരെ പ്രതിരോധിക്കുന്നതിൽ ഉള്ള പാളിച്ചകളും വീഴ്ചകളും എല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ള രാഷ്ട്രീയ മാറ്റം ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. JDUവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ UDFിന് കഴിയില്ലെന്ന് JDU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചാരുപാറ രവി അഭിപ്രായപ്പെട്ടു. മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമെന്ന് JDU ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജും വ്യക്തമാക്കി. എന്നാൽ JDU വിഷയത്തിൽ ആരും മനപ്പായസം ഉണ്ണേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരും മുന്നണി വിടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. ജനതാദൾ യുവിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് UDF വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കും. ഏത് പാർട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ആ കാര്യത്തിൽ
അങ്ങേയറ്റം പരിഗണന നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. RSPയും ജനതാദളും LDF വിട്ടത് സീറ്റ് തർക്കത്തിന്റെ പേരിലാണെന്നും രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി അവർ തിരിച്ചുവരാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയ നിലപാടാണ് പ്രാധാന്യം, സീറ്റല്ല പ്രധാനം. അത് മനസ്സിലാക്കി ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ ജനതാദൾ കേരളത്തിൽ തയ്യാറുണ്ടോ? എങ്കിലവർ ഐക്യജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു വരണം. അങ്ങനെ മുന്നണി വിട്ട് പുറത്തു വരാൻ തയ്യാറായാൽ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുമായി ചർച്ച നടത്താൻ CPM സന്നദ്ധമാണ്. JDU നിൽക്കേണ്ടത് ഇടതുമുന്നണിയിലാണെന്നും കോൺഗ്രസിനും BJPക്കുമെതിരെ നിലപാട് സ്വീകരിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്നും LDF കൺവീനർ വൈക്കം വിശ്വനും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. നഴ്സുമാരുടെ ശമ്പള വർധനവ് താങ്ങാനാവില്ലെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. ശമ്പളം വർദ്ധിപ്പിച്ചാൽ ചികിത്സാ ചെലവ് കൂടുമെന്നും മാനേജ്മെന്റുകൾ അറിയിച്ചു. നഴ്സസിന്റെ ഈ കോസിൽ ഒരു പരിധി വരെ നമ്മൾ വളരെ സിമ്പത്തറ്റിക്കാണ്. അത് വളരെ ക്ലിയറാക്കി പറയണം. അപ്പോൾ ഒരു ലിമിറ്റ് വരെ ഈ 56% എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അതിന്റെ കുറച്ച് താഴോട്ട് കൊണ്ടുവന്നാൽ കൊള്ളാവുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രൈക്കിന് പോവുകയാണെങ്കിൽ അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതിനേക്കാളും ഹോസ്പിറ്റൽസിനും എല്ലാവർക്കും വരുന്ന ലോസ് തന്നെ വളരെ കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ സിമ്പത്തറ്റിക്കാണ്. രണ്ടാമത്തത് ഹെൽത്ത് കെയർ കോസ്റ്റ് ഇതിനേക്കാളും കൂടുകയോ അല്ലെങ്കിൽ ഇത് തന്നെയോ വന്നാൽ തന്നെയും പബ്ലിക്കിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടും. മൂന്നാമത്തത് ഒരു സ്ട്രൈക്കിന് പോയാൽ ഇപ്പോൾ ഈ ഡെങ്കിയും എല്ലാം വരുന്ന കേസസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള എമർജൻസിയും എല്ലാം കുറച്ച് എമർജൻസീസ് എല്ലാമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫംഗ്ഷനേ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ പബ്ലിക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാകും.